Dear students, ഇന്ന് നമ്മൾ പഠിക്കുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 5 ലോസ് ഓഫ് മോഷൻ അതിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. അപ്പൊ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഫ്രിക്ഷൻ ആൻഡ് സർക്കുലർ മോഷൻ. അപ്പൊ ഈ 4 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മൊമെന്റം ഓഫ് എ ബോഡി. എന്താണ് മൊമെന്റം? മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രൊഡക്റ്റിനെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ഈ മൊമെന്റം എന്നാൽ എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഗണ്ണിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റ്, ഒരു ബുള്ളറ്റ് കൊണ്ട് ഒരാളെ വെറുതെ ഒന്ന് എറിഞ്ഞു എന്ന് വിചാരിക്കുക, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു ഗണ്ണ് ഉപയോഗിച്ച് ഫയർ ചെയ്താലോ അതിന്റെ ഇഫക്റ്റ് വളരെ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ ഒരേ മാസുള്ള വസ്തുവിനെ വെലോസിറ്റി ഒന്ന് കൂട്ടി പ്രയോഗിച്ചാൽ അതിന്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അതാണ് മൊമെന്റം. അപ്പൊ വെലോസിറ്റി കൂട്ടിയാൽ ഒരേ മാസുള്ള വസ്തുവിന്റെ ആ മോഷന്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഒരാളുടെ തലയിലേക്ക് ഒരു പഞ്ഞിക്കട്ട വീണാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അതേ സ്പീഡിൽ തന്നെ ഒരു തേങ്ങ വീണാലോ? ഇവിടെ എന്താ വ്യത്യാസം? രണ്ടിനുള്ള വ്യത്യാസം അതിന്റെ മാസ് ആണ് അല്ലെ? പന്നിക്കട്ടയ്ക്ക് മാസ് ഒന്നുമില്ല, പക്ഷെ തേങ്ങയ്ക്ക് വലിയ മാസ് ഉണ്ട്. അപ്പോ ഒരു വസ്തുവിന്റെ മാസിനെയും അതിന്റെ പ്രവേഗം അഥവാ വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊരു സ്ഥലത്ത് പോയി ഇടിച്ചാലോ എല്ലാം അതിന്റെ ഇഫക്റ്റ്. ആ ഇഫക്റ്റ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നുകിൽ മാസ് കൂട്ടിയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടിയിട്ട് കൂട്ടാം. ഇനി രണ്ട് വസ്തുക്കൾക്ക് വ്യത്യസ്ത മാസാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് സെയിം മൊമെന്റം ആണെങ്കിൽ അവയുടെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? വലിയ മാസുള്ള വസ്തുവിന് ചെറിയ വെലോസിറ്റിയും ചെറിയ മാസുള്ള വസ്തുവിന് വലിയ വെലോസിറ്റി ആയിരിക്കും. ഇഫ് ടു ബോഡീസ് ഹാവ് ഡിഫറെന്റ് മാസസ് ബട്ട് ദ സെയിം മൊമെന്റം, ദെൻ ഇത് കണ്ടോ, രണ്ടെണ്ണത്തിന്റെ മൊമെന്റം ഈക്വൽ ആണെന്ന് കാണിച്ചു. P1 is equal to P2. P1 എന്താ? m1 v1. m1 അതിന്റെ മാസ്, v1 വെലോസിറ്റി. m2 അതിന്റെ രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്, v2 അതിന്റെ വെലോസിറ്റി. അപ്പൊ നമ്മൾക്ക് ഇവിടെ v1 ഇപ്പുറത്തേക്ക് എടുത്താൽ ഡിനോമിനേറ്ററിൽ പോവും, m2 ഇപ്പുറത്തേക്ക് എടുത്താൽ ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പൊ m1 by m2 is equal to v2 by v1 എന്ന് പറയും. അതിന്റെ അർത്ഥം for two bodies of the same momenta, their velocities are inversely proportional to their masses. അതായത് വലിയ മാസുള്ള വസ്തുവിന് ചെറിയ വെലോസിറ്റി ആയിരിക്കും, അതുപോലെ ചെറിയ മാസുള്ള വസ്തുവിന് വലിയ വെലോസിറ്റി വേണം, എങ്കിലേ സെയിം മൊമെന്റം ഉണ്ടാവുള്ളൂ. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് ദ മോഷൻ ആണ് ശരിക്കും മൊമെന്റം. ഇനി നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റി കാണാം, ഇമ്പൾസ്. എന്താണ് ഈ ഇമ്പൾസ്? അതറിയാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു ആണി ചുമരിൽ അടിച്ചു കയറ്റണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഒരാണി ചുമരിൽ വെറുതെ പിടിച്ചിങ്ങനെ അമർത്തി കുറെ നേരം പിടിച്ച് നല്ല ഫോഴ്സിൽ അമർത്തി കേറുവോ? ഇല്ല. നേരെ മറിച്ച് ഒരാണി അവിടെ വെച്ചിട്ട് ചുറ്റികയും കൊണ്ട് ഒരൊറ്റ അടി, നമ്മൾ തന്നെ അടിക്കുന്ന, അപ്പൊ നമ്മുടെ ഫോഴ്സിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നല്ലൊരടി അടിച്ച് 2-3 നല്ല അടി അടിച്ചു കഴിഞ്ഞാലോ ആണി ആ വാളിൽ കേറും അല്ലെ, ചുമരിൽ കേറും. അപ്പൊ ഇവിടെ രണ്ടവിടെയും വ്യത്യാസം എന്താണ്? രണ്ടാമത് നമ്മൾ കൊടുത്തത് ഇമ്പൾസ് ആണ്. ആൻഡ് ഇമ്പൾസ് ഇസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ചെറിയ സമയത്ത് നല്ല വലിയൊരു ഫോഴ്സ് കൊടുക്കുക, അപ്പോഴും എഫക്റ്റില് വ്യത്യാസം വരുന്നില്ലേ? അപ്പൊ അതാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. പക്ഷെ ഇമ്പൾസ് അളക്കുന്നത് അതുപോലെയല്ല കേട്ടോ. ഇമ്പൾസ് കാണിക്കുന്ന ലെറ്റർ ജെ ആണ്. ഇമ്പൾസ് ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ടൈം ടി
is the product of force and time interval for which it acts. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് കുറച്ചധികം നേരം കുറച്ച് സമയത്തേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പൾസ് എങ്ങനെയാ കണക്കാക്കുക? ഇമ്പൾസ് J is equal to F into T. F ഫോഴ്സ് ആണ്, T ടൈം ആണ്, J ആണ് ഇമ്പൾസ്. ഇനി നേരെ മറിച്ച് ഇമ്പൾസ് ഓഫ് എ വേരിയബിൾ ഫോഴ്സ്, മാറിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ്, is the area under the force time graph. ഫോഴ്സും ടൈമും കൂടി ഒരു ഗ്രാഫ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ നല്ലൊരു ഫോഴ്സ്, ഒരു പെട്ടെന്ന് ഒരു പീക്ക് ഫോഴ്സ് കണ്ടോ, പീക്ക് ഒരു ലാർജ് ഫോഴ്സ് ഒരു ചെറിയ ടൈമിനേക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇമ്പൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ അണ്ടർ ദ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫില് ഫോഴ്സ് y ആക്സിസിലും എടുത്തിട്ടുണ്ട്, ടൈം x ആക്സിസിലും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എപ്പോഴും ഈ y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു ടൈം, എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലെ. അതെങ്ങനെ നമുക്കൊരു ഗ്രാഫിന്ന് കാണുക? അതിന്റെ ഏരിയ ആയിരിക്കും. ഇതിനു മുമ്പ് നമ്മള് വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിച്ചു. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണ്. Displacement or distance travel is given by area under the velocity time graph എന്ന് പഠിച്ചു. അതുപോലെ തന്നെ വർക്ക് ഡൺ. അപ്പൊ ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഗ്രാഫ് എടുത്ത ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ തന്നെ ഇമ്പൾസ് കാണാൻ ഫോഴ്സും ടൈമും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ താഴെയുള്ള ഏരിയ ആണ് ഇമ്പൾസ്. So impulse is the area under force time graph. അത് പൊതുവെ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് അറിയില്ല ഏത് വാല്യൂ ഇവിടെ ഫോഴ്സിന് ഇക്വേഷന് കൊടുക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗ്രാഫിന്റെ ഹെൽപ്പ് ഉപയോഗിക്കുന്നത്. ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇവിടെ ടൈം ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പീക്ക് ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഹാഫ് പീക്ക് ഫോഴ്സ് ഇൻറ്റു ടൈം, അങ്ങനെയാണ് ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു, മൊമെന്റം, ഇമ്പൾസ്. ഇനി നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോകും. വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction of the force. അപ്പൊ ഫോഴ്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാല് മൊമെന്റം മാറുന്നതിന്റെ നിരക്ക്, മൊമെന്റം മാറുന്നതിന്റെ നിരക്ക് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതത്തിലാണ് എന്തിന്റെ? അപ്ലൈഡ് ഫോഴ്സ്. അപ്പോ പ്രയോഗിക്കുന്ന ഫലത്തിന്റെ നേരനുപാതത്തിലായിരിക്കും മൊമെന്റ വ്യത്യാസത്തിന്റെ നിരക്ക്, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ഫലത്തിന്റെ നേർ അനുപാതത്തിലായിരിക്കും. ഇനി ആക്ക വ്യത്യാസം ഏത് ദിശയിലായിരിക്കും? ഏത് ദിശയിലാണോ നമ്മൾ ബലം അപ്ലൈ ചെയ്യുന്നത് അതേ ദിശയിലായിരിക്കും. അപ്പൊ ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് ഇക്വേഷന്റെ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാലോ ടൈം ഇന്റർവെൽ അഥവാ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ എഫ് ഈസ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി ഡെൽറ്റ പി വളരെ ചെറുതാണെങ്കിൽ, ഇഫ് വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0, ഈ ചെറിയ ടൈം ഇന്റർവെല്ലിലാണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതിന് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. കാരണം ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ ഒരു മെഷറബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്, ഡി പി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ച് ആണ്. ഈ ഡെൽറ്റ ഡി എന്നുള്ള വ്യത്യാസം പല കുട്ടികൾക്കും സംശയം ഉണ്ടാവാറുണ്ട്. ഫിസിക്സിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വളരെ ചേഞ്ച്, ഒരു ഇൻസ്റ്റന്റിൽ നടക്കുന്നത്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ടൈം ഇന്റർവെല്ലിൽ, ഒരു നിശ്ചിത സമയത്ത് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഒരു ഇന്റർവെല്ലിൽ നടക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോ ഇൻ എസ് ഐ യൂണിറ്റ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പൊ എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ന്യൂട്ടൺ. ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് മൊമെന്റം എന്താണ്?
മൊമെന്റം എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ SI യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ടൈമിന്റെ നിങ്ങൾക്കറിയാം എന്താണ്? സെക്കൻഡ്. അപ്പോ SI യൂണിറ്റിലാണ് നമ്മൾ ഫോഴ്സും മൊമെന്റവും ടൈമും എല്ലാം കൊടുക്കുന്നതെങ്കിൽ കെന്റെ വാല്യൂ 1 ആണ്, 0 അല്ല കേട്ടോ. ടീച്ചർക്ക് ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാം. K is equal to 1 in SI unit. ഇനി നമുക്ക് അടുത്തത് derive the equation F is equal to ma using Newton's second law. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ ഇപ്പൊ കണ്ടതല്ലേ? അതെന്താണ്? F is equal to K dP by dt. അതിൽ P എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ? അപ്പൊ നമുക്ക് mv എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ F is equal to K d by dt of mv. m എന്ന് പറയുന്ന മാസ് ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു വസ്തു ചലിക്കുമ്പോൾ അതിന്റെ മാസിൽ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അത് വളരെ വലിയ വെലോസിറ്റിയിലല്ല ചലിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിന് മാസിന് വ്യത്യാസം, പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും നടക്കില്ല. അപ്പോ മാസ് കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുത്തു. അപ്പൊ dv by dt. വാട്ട് ഈസ് dv by dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. പ്രവേഗത്തിന്റെ മാറ്റത്തിന്റെ നിരക്ക് എന്താണ്? ആക്സിലറേഷൻ. അപ്പൊ അതിനെ dv by dt a ആക്സിലറേഷൻ എന്നറിയാം. പിന്നെ SI യൂണിറ്റിലാണെങ്കിൽ കെന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ F is equal to ma. കെക്ക് ഇവിടെ 1 കൊടുത്താൽ എന്താ കിട്ടുക? F is equal to ma. അങ്ങനെ നമ്മൾക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇതൊരു പക്ഷേ 2 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ F is equal to ma എന്ന് തന്നെ പറയാം, യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇനി അടുത്തത് നമ്മൾ 2 ക്വാണ്ടിറ്റീസ് പഠിച്ചു അല്ലെ? മൊമെന്റം, ഇമ്പൾസ്. അപ്പൊ ഇവയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെന്റം. അതെന്താണെന്ന് നോക്കാം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to ma. അപ്പോ ഇമ്പൾസ് J is equal to F into T എന്നറിയാം. അപ്പൊ ഫോഴ്സിന് പകരം ma എന്ന് കൊടുത്തു, ma into T. പിന്നെ A എന്താ? ആക്സിലറേഷൻ ആണ് അല്ലെ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പാഠങ്ങളിൽ V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണെന്നും U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണെന്നും പഠിച്ചു. അപ്പൊ V മൈനസ് U എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ എക്ക് പകരം ഇവിടെ ഇക്വേഷനിൽ V മൈനസ് U ബൈ ടി. അപ്പൊ ബൈ ടി ഉണ്ട് ഇവിടെ, ഇൻറ്റു ടി ഉണ്ട്, തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ M ഇൻറ്റു V മൈനസ് U. അപ്പൊ M ഇൻറ്റു V ചെയ്തു, mv മൈനസ് mu എന്ന് കിട്ടി. mv എന്ന് പറഞ്ഞാൽ എന്താ? V ഫൈനൽ വെലോസിറ്റി അല്ലേ? അപ്പോ mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം, u ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? അപ്പൊ mu എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു, ഇമ്പൾസ് ആണ് ഇത് അല്ലെ? അപ്പൊ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെന്റം കിട്ടിയില്ലേ? അപ്പൊ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി ഇതെങ്ങനെയാണ് ഒരു പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് വരിക എന്ന് നോക്കാം. അതിന് നമുക്ക് ഒരു പ്രാക്ടിക്കൽ കേസ് എടുക്കാം. നിങ്ങൾ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റില് ഒരു ബാറ്റ്സ്മാൻ നല്ല ആനൊരു ബോൾ അടിച്ചു എന്ന് വിചാരിച്ചോ, സിക്സർ ആവാൻ വേണ്ടി അടിച്ചതാ. അപ്പത്തേക്ക് അതൊരു ഫീൽഡർ വന്നിട്ട് അതിങ്ങനെ ഫീൽഡ് ചെയ്യുന്നു. അത് പിടിക്കുമ്പോ നേരെ പോയി അങ്ങോട്ട് പിടിക്കുമോ? പിടിക്കുമ്പോ ഫീൽഡർ ആണെങ്കിലും അതെ, വിക്കറ്റ് കീപ്പർ ആണെങ്കിലും അതെ, ബാക്കിലേക്ക് ഇങ്ങനെ കൈ വലിക്കുന്നത് കാണാം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കയ്യിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് കുറയ്ക്കാനാണ്. അത് നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റം, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെന്റത്തിന്റെ ബേസിസിൽ എങ്ങനെ പറയാം നോക്കാം. നമ്മൾ ഇവിടെ കാണിച്ചു J ഈക്വൽ ടു F ഇൻറ്റു ടി എന്ന് അല്ലെ? ഈ ടൈം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടൈം കൂട്ടിയ ഫോഴ്സ് കുറയും.
ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? നമ്മൾ ഒരു ബോൾ പിടിക്കുമ്പോൾ നല്ല വെലോസിറ്റി വരുന്ന ഒരു ബോളിന്റെ വെലോസിറ്റി 0 ആവുകയാണ്. അതായത് മൊമെന്റം മാക്സിമം ആയിരിക്കുന്ന സമയത്ത് മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് പോവാണ് അല്ലെ? അപ്പൊ there is a big change in momentum. ആ ബോൾ പിടിക്കുമ്പോൾ there is a change in momentum. Change in momentum is equal to F into T. ഇനി ആ ചേഞ്ച് ഇൻ മൊമെന്റത്തില് ടൈം കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് കുറവേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ വിക്കറ്റ് കീപ്പർ ആണെങ്കിലും അതെ, ഫീൽഡർ ആണെങ്കിലും അതെ, ബോൾ പിടിക്കുമ്പോൾ കൈ പിറകിലേക്ക് വലിക്കുന്നത്. സോ ഫീൽഡർ holds his hand backwards while catching a ball because by increasing the time he can reduce the force on his hand because impulse is equal to F into T is equal to change in momentum. ആ ബോള് വന്ന് വീഴുമ്പോ പിടിക്കുമ്പോ മൊമെന്റം ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം സാധാരണ എക്സാമുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്. അതെന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതിലെന്താ പറയുന്നത്? എനർജി cannot be created, cannot be destroyed, but it remains a constant എന്നല്ലേ? അതുപോലെ തന്നെ മൊമെന്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. പക്ഷെ എപ്പോൾ എന്നുകൂടി പറയണം. when there is no external force, അതായത് പുറമെ നിന്ന് ഒരു ഫലവും ഇല്ലെങ്കിൽ, അതായത് ബാഹ്യമലം ഇല്ലാത്ത സമയത്ത് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. In the absence of an external force, the total linear momentum of an isolated system remains constant. ഇതാണ് law of conservation of linear momentum. പുറമെ നിന്ന് ഒരു ഫോഴ്സും കൊടുക്കുന്നില്ലെങ്കിൽ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, മാറുന്നില്ല. ലീനിയർ മൊമെന്റം മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് 0. അതിന്റെ അർത്ഥം എന്താ? ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം. ഇനി നമുക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യാം. രണ്ട് തരത്തിൽ പ്രൂവ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. രണ്ട്, നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഉപയോഗിച്ചും പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് ഇമ്പൾസ് J is equal to ഫൈനൽ മൊമെന്റം mv മൈനസ് ഇനീഷ്യൽ മൊമെന്റം mu. ഇനി there is no external force എന്നാ പറഞ്ഞേ. F is equal to 0. അതായത് J which is equal to F into T equal to 0. F 0 ആകുമ്പോൾ J യും 0 ആവും. അതായത് mv മൈനസ് mu is equal to 0. ഈ മൈനസ് mu ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? പ്ലസ് mu ആവും. mv is equal to mu. mv എന്താ? ഫൈനൽ മൊമെന്റം. mu എന്താ? ഇനീഷ്യൽ മൊമെന്റം. അപ്പോ മൊമെന്റം മാറുന്നില്ല എന്നല്ലേ അത് പറയുന്നത്? ഫൈനൽ മൊമെന്റം is equal to ഇനീഷ്യൽ മൊമെന്റം. അപ്പോ മൊമെന്റം remains a constant. അപ്പൊ when the external force, അതായത് പുറമേ നിന്നുള്ള ഫലം 0 ആവുമ്പോൾ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യാം. എന്തിന്റെ ബേസിസിൽ? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. Prove the law of conservation of linear momentum based on Newton's laws of motion. അതിന് consider two bodies A and B with initial momenta PA and PB. And after collision, the final momentum PA prime and BA prime respectively. അപ്പൊ ഇവിടെ നോക്കുക, രണ്ട് വസ്തുക്കളുണ്ട്, A, B. Aന്റെ മാസ് m1, വെലോസിറ്റി u1, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ അതിന്റെ ഇനീഷ്യൽ മൊമെന്റം P1. ഇതിന്റെ ബിന്റെ മാസ് m2, അതിന്റെ വെലോസിറ്റി u2, അതിന്റെ ഇനീഷ്യൽ മൊമെന്റം p2. ഇനി അവ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, അവ തമ്മിൽ ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ അവയുടെ വെലോസിറ്റി മാറും, മാസ് മാറുന്നില്ല കേട്ടോ. അപ്പൊ വെലോസിറ്റി v1 ആവും, v2 ആവും. മൊമെന്റം p1 പ്രൈം എന്ന് പറയാം, p2 പ്രൈം എന്ന് പറയാം. ഇവിടെ നോക്ക്, എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോൾ
എന്റെ മുകളിൽ ബി ഒരു ഫോഴ്സും കൊടുക്കും, ബിന്റെ മുകളിൽ എ ഒരു ഫോഴ്സും കൊടുക്കും അല്ലെ. അപ്പോ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബി, F2 എന്ന് പറയുന്നതിനെ നമുക്ക് എന്താ പറയാം, FAB, ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. അതേപോലെ FBA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്, ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി is equal to PA minus PA prime minus PA whole divided by time എന്നല്ലേ. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇന്റർവെൽ ആണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പൊ അവിടെ ഡെൽറ്റ ടീനെ ഇപ്പുറത്തേക്ക് എടുത്താൽ അത് ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ FAB, ഫോഴ്സ് ഓൺ എ is equal to force on A into time is equal to PA prime minus PA. അതായത് A ഒബ്ജക്റ്റിന്റെ കൊളീഷൻ കഴിഞ്ഞുള്ള മൊമെന്റം, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ആൻഡ് FBA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം ഓഫ് ബി മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി. ഇനി നമുക്കറിയാം ന്യൂട്ടന്റെ തേർഡ് ലോ. എന്താണ് ന്യൂട്ടന്റെ തേർഡ് ലോ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് FA വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു FBA. അതായത് ഫോഴ്സ് ഓൺ എ ആണിത്, ഇത് ഫോഴ്സ് ഓൺ ബി ആണ്. ഫോഴ്സ് ഓൺ എ വിൽ ബി ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അത് കാണിക്കാനാണ് മൈനസ് കൊടുത്തത്. FAB is equal to FBA by the third law. അപ്പൊ FBA എന്താണ്? PA prime minus PA is equal to minus of PB prime minus PB അല്ലെ. അപ്പൊ ഈ PA prime ഇവിടെ ഉണ്ട്, ഇത് ഈ ബ്രാക്ക് മൈനസ് എന്നുള്ള ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് PB പ്രൈം ആവും. മൈനസ് PB പ്രൈമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ പ്ലസ് PB പ്രൈം ആവും. ഇനി മൈനസ് PAനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് PA ആയി. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് PB. ഇതെന്താ നോക്ക്, PAന്റെ ഫൈനൽ മൊമെന്റം പ്ലസ് ബിന്റെ ഫൈനൽ മൊമെന്റം, അതായത് ടോട്ടൽ ഫൈനൽ മൊമെന്റം. ഇവിടെ എന്താ? എന്റെ ഇനീഷ്യൽ മൊമെന്റം, ബിന്റെ ഇനീഷ്യൽ മൊമെന്റം, അതായത് ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. This shows the total final momentum of the system equals the total initial momentum. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെയും തേർഡ് ലോന്റെയും സഹായത്തോടു കൂടെ നമ്മൾ ന്യൂട്ടൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മളൊരു ബോൾ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് ദൂരം ഉരുണ്ട് പോവും, എന്നിട്ട് അവിടെ നിൽക്കും. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഘർഷണം കൊണ്ട്, ഫ്രിക്ഷൻ കൊണ്ട്. ബോൾ ഇങ്ങനെ പോകുമ്പോ ഭൂമി അതിന്റെ പോക്കിന് എതിരെ ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലത്തിനെയാണ് ഘർഷണ ബലം എന്ന് പഠിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്നാൽ എന്ത്? The property by which the relative motion between two surfaces in contact is opposed is known as friction. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ചലിക്കുമ്പോൾ അതിന് എതിരെ ഉണ്ടാകുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണോ ആ രണ്ട് വസ്തുക്കൾ തമ്മിൽ ചലിക്കുന്നതിനെ എതിർക്കുന്നത് അതാണ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾക്ക് നടക്കാനൊക്കെ, നമ്മൾക്ക് സുഖമായി നടക്കാം. നല്ല ഒട്ടും ഗ്രിപ്പില്ലാത്ത ചെരുപ്പാണെങ്കിൽ പെട്ടെന്ന് വീഴുവോ അല്ലെ. അതേപോലെ നല്ല വഴുക്കുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവാണ്, പെട്ടെന്ന് വീണു പോവും. അപ്പൊ നമ്മളെ നടക്കാൻ സഹായിക്കുന്ന ബലം ഏതാണ്? ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സുഖമായി നിലത്തൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ the property by which relative motion between two surfaces in contact is opposed is known as friction. Friction forces are the tangential forces developed between two surfaces in contact to oppose their relative motion. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അതിന് അവർക്ക് ടാൻജൻഷ്യൽ ആയിട്ടാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ കുറച്ചൊക്കെ ഫിഗർ ഒക്കെ കണ്ടിട്ട് പഠിക്കും, അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. ഇനി 3 തരം ഫ്രിക്ഷണൽ ഫോഴ്സസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
2 കൈനറ്റിക് ഫ്രിക്ഷൻ, 3 റോളിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാൽ എന്താ? The friction that acts between two surfaces before there is a relative motion between the surfaces. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ചലിക്കുന്നതിന് മുമ്പ്, ചലിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഉദാഹരണത്തിന് നമ്മളൊരു ടേബിള് നീക്കാൻ ശ്രമിക്കാന്ന് വിചാരിച്ചോ. ആദ്യം ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ അത് നീങ്ങോ? ഇല്ല. എന്താ കാരണം? അവിടെ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് ആ ടേബിളും നിലവും തമ്മിൽ. നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ അളവും അതേ അളവിൽ ഉണ്ടാവും. അപ്പൊ അത് ബാലൻസ് ആവും, അത് നീങ്ങില്ല. കുറച്ചുകൂടി കൂട്ടിക്കൊടുത്താലോ? അപ്പോഴും നീങ്ങില്ല. പിന്നെ നല്ല കൂട്ടിക്കൊടുത്താല് അത് നീങ്ങാൻ തുടങ്ങും, അല്ലെ? അപ്പൊ നല്ല കൂട്ടിക്കൊടുത്താലാണ് അത് നീങ്ങാൻ തുടങ്ങുക. ആ നല്ല കൂട്ടിക്കൊടുത്താൽ നീങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഫ്രിക്ഷനെ നമ്മൾ പറയുന്നതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം ലിമിറ്റ് ആയി. ഇതിൽ കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇല്ല, അപ്പൊ അത് മൂവ് ചെയ്യും. അപ്പൊ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ just before it starts to move is called limiting static friction. അപ്പോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? ഒരു വസ്തു നീങ്ങാതിരിക്കുമ്പോൾ എങ്ങനെയാ ഫ്രിക്ഷൻ എന്ന് വിചാരിക്കും, അല്ലെ? പക്ഷെ നമ്മൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് കൊടുത്തിട്ടും അത് നീങ്ങുന്നില്ലെങ്കിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവിടെ ഉള്ളത്. അപ്പോ ഈ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണെന്ന് നോക്കാം. FMS എന്ന് പറഞ്ഞാൽ maximum value of static friction അഥവാ limiting static friction is equal to mu s into n. mu s എന്ന് പറഞ്ഞാൽ coefficient of static friction ആണ്. It is a constant that depends upon the nature of the surface. And n എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അത് നമ്മൾ ഈ പാഠത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ കാണും അതെന്താണെന്ന്. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction appears when there is relative motion between the surfaces. It is also called sliding friction. അതായത് ഒരു വസ്തുവിനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനുണ്ടാവുന്ന ഫ്രിക്ഷനെയാണ്, അതിനെതിരെ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അതിനെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നും പറയും. കാരണം ഒരു വസ്തു ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇങ്ങനെ ഒരച്ചു നീക്കുമ്പോഴാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു ടേബിളോ ഒരു കട്ടിലൊക്കെ അങ്ങനെ ഒരച്ചു നീക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പൊ അതിനുണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പൊ നിലൊക്കെ പോറും, അല്ലെ? നിലൊക്കെ പോറും ചിലപ്പോ നമ്മൾ അതിനെ ഒരച്ചു നീക്കുമ്പോൾ. അത് എന്തുകൊണ്ടാ? അത് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. അതിന്റെ അളവ് എത്രയാണ്? FK is equal to mu K into n. mu k എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. n എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ലെസ് ദാൻ ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എപ്പോഴും നമ്മളൊരു വസ്തു ഇങ്ങനെ നീങ്ങി തുടങ്ങാനാണ് മാക്സിമം ഫോഴ്സ് വേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞാൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം ഫോഴ്സ് കൊടുക്കണ്ട. കാരണം എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അഥവാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കുറച്ച് കുറവായിരിക്കും. അപ്പൊ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കുറവ് മതി ഫോഴ്സ്. ഇനി റോളിംഗ് ഫ്രിക്ഷൻ. Rolling friction appears when a body rolls over another surface. It is less than sliding friction and even മിനിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാട്ടിലും കുറവായിരിക്കും. നമ്മൾ ഒരച്ചു നീക്കണ്ട, അതിന് പകരം ചക്രം വെക്കും, അല്ലെ? നമ്മൾ ഈ ഒരു മോളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ വെയിറ്റ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകുന്ന സാധനത്തിന്റെ അടിയിൽ ചക്രം എന്തിനാ വെച്ചിരിക്കുന്നത്? സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവും, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ചക്രം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അതിനെ പുഷ് ചെയ്യാം. കാരണം റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും വീൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ വലിയ പെട്ടികൾക്കൊക്കെ, വലിയ യാത്രക്കൊക്കെ പോകുന്ന പെട്ടികളുടെ കടയിൽ ഇപ്പൊ വീൽസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നമ്മൾ കാറുകള്, വാഹനങ്ങൾ എന്തുകൊണ്ടാണ് എളുപ്പം പോകാൻ പറ്റുന്നത്? അതിന്റെ അടിയിലൊക്കെ വീലുകൾ ഉണ്ട്. ഇനി ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
The magnitude of limiting static friction is independent of area when the normal reaction between the surfaces remains same. ഇനി എന്താ നോർമൽ റിയാക്ഷൻ എന്ന് നോക്കാം. ഒരു വസ്തുത ഉണ്ട്, ഒരു ബോക്സ് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുമ്പോൾ അതുമുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് അതിന്റെ വെയിറ്റ് താഴേക്കുണ്ട്. വെയിറ്റ് എത്രയാണ്? mg. m അതിന്റെ മാസ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ എന്താ? 9.8. അപ്പൊ ഈ സർഫസിന് നേരെ ലംബമായി പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് N. അപ്പോൾ ഒരു വസ്തു മുകളിലേക്കോ താഴേക്കോ പോവാതിരിക്കുമ്പോൾ അപ്പർ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. സോ N വിൽ ബി ഈക്വൽ ടു mg. അപ്പോൾ ഇത് മുകളിലേക്കോ താഴേക്കോ പോവാതിരിക്കുമ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്ക് ഫോഴ്സിന് സമമായിരിക്കും. N ഈക്വൽ ടു mg ആയിരിക്കും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇവിടെ ക്യാപിറ്റൽ F. നമ്മൾ അതിനെങ്ങനെ ഉന്തുക എന്ന് വിചാരിച്ചോ, അങ്ങനെ അല്ലെങ്കിൽ വലിക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വരുന്നില്ല. അതിന് പകരം എന്തുകൊണ്ടാ വരാത്തത്? അതിന്റെ ഈക്വൽ ആയിട്ട് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട്. അതെന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, Fs. The limiting static friction is directly proportional to the normal reaction. By limiting maximum value of static friction, അത് ചലിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FMS is equal to μs into n. μs is called the coefficient of static friction. n എന്ന് പറയുന്നത് ഈ കേസിൽ അത് mg ആണ്. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന് നമ്മൾ നീക്കാൻ ആവശ്യമായ ഫോഴ്സും കൂടുതലാണ്, നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടുതലായിരിക്കും. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് ചലിക്കുള്ളൂ. ഇനി ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. നമുക്കറിയാം, ഭയങ്കര റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഒരു വസ്തുവിനെ ഉരച്ച് നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എളുപ്പമാണ് ഉരച്ചു നീക്കാൻ അല്ലെ. അപ്പൊ it depends upon the nature of the surface. It is proportional to the normal reaction N. അപ്പോ N നമ്മൾ നേരത്തെ കണ്ടു, മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ലെങ്കിൽ അതിന്റെ നോർമൽ ഫോഴ്സ്, അതാ നോർമൽ റിയാക്ഷൻ N എന്ന് പറയുന്നത് വെയിറ്റ് mgക്ക് ഈക്വൽ ആയിരിക്കും. ഇനിതാ നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതിന് വെലോസിറ്റി ഉണ്ട്. ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഉണ്ട്. പക്ഷെ അതിനൊക്കെ എതിർക്കുന്ന ഒരു സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ട്. ആ സ്ലൈഡിങ് ഫ്രിക്ഷൻ Fk എത്രയാണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു N ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു N. കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ μk. ഇനി Fk ഇസ് ലെസ് ദാൻ Fms. എപ്പോഴും വസ്തു ചലിച്ചു തുടങ്ങിയാൽ അത് സ്ലൈഡിംഗ് ഫ്രിക്ഷനെ, അത് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടിലും കുറവായിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദ സർഫസസ്. കണ്ടോ, ഇത് എന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എത്ര സ്പീഡിലാണ് അത് പോകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇനി അടുത്തത് നമുക്ക് 3 തരം ഫ്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കുറവാണ്, അതായത് കൈനറ്റിക് ഫ്രിക്ഷനെക്കാട്ടിലും കുറവാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിനെ 3 ഒന്ന് കമ്പയർ ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ ഗ്രാവിറ്റി താഴേക്കുണ്ട്, നോർമൽ ഫോഴ്സ് ഉണ്ട്, വസ്തു മൂവ് ചെയ്യുന്നില്ല, നോ മോഷൻ. അപ്പുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ടാൻജൻഷ്യൽ ആയിട്ടാണ് ഉള്ളത്, ലംബമായിട്ടല്ല, ടാൻജൻഷ്യൽ ആയിട്ടാണ് ഉള്ളത്. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഫോഴ്സ് കൊടുക്കുന്നു, അതിങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ എതിർ ദിശയിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഉരഞ്ഞു മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അഥവാ കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി അത് ഉരുണ്ട് മൂവ് ചെയ്യാണ്. അത് കണ്ടോ, ഇതൊരു വീൽ ഇങ്ങനെ മോഷൻ ഇങ്ങനെ ഉരുളുക ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് എതിർ ദിശയിൽ ഫോഴ്സും ആ മൂവ് ചെയ്യുന്നതിന്റെ എതിർ ദിശയിലുള്ള ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സും കൂടി ഒരു ഗ്രാഫ് വെച്ചാൽ തുടക്കത്തില് അത് മൂവ് ചെയ്യുന്നില്ല,
അപ്പൊ അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴൊക്കെ സ്റ്റാറ്റിക് ആണ്, സ്റ്റാറ്റിക് ആണ്, സ്റ്റാറ്റിക് ആണ്. അവസാനം മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ അപ്ലൈഡ് ഫോഴ്സ് ആകുമ്പോൾ മൂവ് ചെയ്യും. മൂവ് ചെയ്ത് തുടങ്ങിയ കുത്തനെ ഫ്രിക്ഷന്റെ ഫോഴ്സ് കുറഞ്ഞ് കൈനറ്റിക് ഫ്രിക്ഷൻ ആയി. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ കണ്ടോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമത്തേക്കാൾ കുറവാണ്. ഇനി പുറത്ത് റോളിംഗ് ഫ്രിക്ഷൻ ആണെങ്കിലോ, റോൾ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് ഫ്രിക്ഷനേക്കാട്ടിലും കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സർക്കുലാർ മോഷൻ. എന്താണ് സർക്കുലാർ മോഷൻ? ഒരു വസ്തു വട്ടത്തിൽ കറങ്ങുന്നതിനെയാണ് അതിന് സർക്കുലാർ മോഷൻ, ഒരു സർക്കിളിലൂടെ ഇങ്ങനെ ചലിക്കുന്നതിനെയാണ് നമുക്ക് സർക്കുലാർ മോഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു വസ്തു R എന്ന റേഡിയസ് ഉള്ള ഒരു സർക്കിളിലൂടെ ഇങ്ങനെ ചലിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ വെലോസിറ്റി എപ്പോഴും എലോങ് ദ ടാൻജന്റ്, അത് ഇവിടെയാണെങ്കിൽ ഈ ദിശയിലായിരിക്കും, അത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു ടാൻജന്റ് വെച്ച ആ ദിശയിലായിരിക്കും, ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ഒരു ടാൻജന്റ് വെച്ച ആ ദിശയിലായിരിക്കും. അപ്പൊ വെലോസിറ്റി എപ്പോഴും അതിന്റെ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. പക്ഷെ അതിന്റെ ആക്സിലറേഷനോ അത് ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും. ഏത് ദിശയിലാണെങ്കിലും അത് സെന്ററിലേക്കായിരിക്കും അതിന്റെ ആക്സിലറേഷൻ ഉണ്ടാവുക. ഇനി ഈ സെന്ററിലേക്കുള്ള ആക്സിലറേഷന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഒരു വസ്തു സർക്കുലർ മോഷനിലാണെങ്കിൽ അതിന്റെ ലീനിയർ വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. ആൻഡ് v is equal to 2πr/t. എന്താ 2πr? 2πr എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവ്, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. 2πr അത് ആകെ സഞ്ചരിക്കുന്ന ദൂരം ഒരു വട്ടം കറങ്ങുമ്പോൾ. ടി എന്ന് പറഞ്ഞാലോ, ക്യാപിറ്റൽ ടി എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വട്ടം കറങ്ങാൻ അത് എടുക്കുന്ന സമയം, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ, അതിനാണ് ടി എന്ന് പറയുന്നത്. ഇപ്പൊ 2πr എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് റൊട്ടേഷനിൽ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം, അതാണ് ലീനിയർ സ്പീഡ്. v is equal to 2πr/t. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എത്രയാണ്? v²/r ആണ് കേട്ടോ. അപ്പൊ ഈ ഫോർമുല പഠിച്ചിരിക്കണം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ v²/r. അപ്പോ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഏതൊരു വസ്തുവും വട്ടത്തിൽ കറങ്ങണമെങ്കിൽ അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം, നടുവിലേക്ക് ഒരു ഫോഴ്സ് വേണം, എങ്കിൽ മാത്രമേ ആ വട്ടത്തിൽ കറങ്ങുള്ളൂ. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എത്രയാണ്? Fc is equal to mv²/r. ഫോഴ്സ് is equal to mass into acceleration എന്ന് പറഞ്ഞില്ലേ. ആക്സിലറേഷൻ v²/r ആണ്. അപ്പോ സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc is equal to mv²/r. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ആ ഡെറിവേഷൻ എല്ലാം ആവശ്യം വരും. ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു കയറില് ഒരു കല്ല് കെട്ടിട്ട് ഇങ്ങനെ കറക്കുക എന്ന് വിചാരിച്ചോ. കറക്കുമ്പോ നമ്മൾ നടുവിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് കറങ്ങുന്നത്. നമ്മൾ കൈ വെറുതെ വെച്ചു കഴിഞ്ഞാൽ അത് കറക്കം നിർത്തും. ഇനി ഭൂമി എന്തുകൊണ്ടാണ് സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്? സൂര്യൻ ഭൂമിയെ ഗുരുത്വാകർഷണം കാരണം അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളും കറങ്ങുമ്പോൾ അതിന് നടുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നുണ്ടാവും നടുവിലേക്ക്, എങ്കിൽ മാത്രമേ അതിന് ആ സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ട്രാക്ക് വിത്ത് എ ലെവൽ റോഡ്. നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ റോഡിലൊക്കെ നല്ല ഒരു ചെരിവ് കാണും അല്ലെ. അങ്ങനെ ഒരു ചെരിവ് കാണുമ്പോൾ ആ ചെരിവിലൂടെ ഒരു കാർ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് വിചാരിച്ചു. റോഡിൽ നല്ല ചെരിവുണ്ട്, അതിലൂടെ കാർ സഞ്ചരിക്കുകയാണ്. റോഡ് എങ്ങനെയാണ്? ലെവൽ റോഡാണ്, ലെവൽ റോഡാണ് കേട്ടോ. ഈ ഉള്ളും പുറവും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ലെവൽ റോഡാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് ഒരു കേർവ് എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഭാഗമായി കണക്കാക്കാലോ. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് r എന്ന് എടുത്തിരിക്കുന്നത്. ഏതൊരു വസ്തുവും സർക്കിളിലൂടെ പോകുമ്പോൾ അതിനൊരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും, a is equal to v²/r. സെൻട്രിപിറ്റൽ ഫോഴ്സോ mv²/r ഉണ്ടാവും. സപ്പോസ് അത് പോകുന്ന സ്പീഡ് v ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതാണ് കാർ. അപ്പൊ കാർ ഇങ്ങനെ ചരിഞ്ഞ പ്രതലത്തിലൂടെ പോവാണ്. അപ്പൊ അതുമുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്? 3 ഫോഴ്സസ് ആക്ട്സ് ഓൺ ദ കാർ. ഏതൊക്കെയാ?
ഒന്ന് weight of the car mg downwards. ഇതാ weight downwards. Normal reaction n upwards. Normal reaction n upwards. Frictional force provides the centripetal force. അപ്പൊ ആ വസ്തു ഇങ്ങനെ എന്തും വട്ടത്തിൽ കറങ്ങുമ്പോ നടുവിലേക്ക് അതിനൊരു വലിവുണ്ട് അല്ലെ. അപ്പൊ നടുവിലേക്ക് പോവാതിരിക്കാൻ അവിടെ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. നടുവിലേക്ക് പോവാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അതിനെ എതിർക്കുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിന് സമമായിരിക്കണം? സെൻട്രിപിറ്റൽ ഫോഴ്സിന് സമമായിരിക്കണം. അപ്പൊ Fs provides the centripetal force, അല്ലെങ്കിൽ that will be equal to the centripetal force. ഇനി ഇത് നമുക്ക് ഈ പറഞ്ഞ ഫോഴ്സസിനെയൊക്കെ ഓപ്പോസിറ്റ് ഫോഴ്സസ് ഒക്കെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതി നോക്കാം. ഇത് താഴേക്കോ മുകളിലേക്കോ പോകുന്നില്ല. അപ്പോ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പൊ N ഇസ് ഈക്വൽ ടു mg എന്ന് കിട്ടി. N ഇസ് ഈക്വൽ ടു mg. ഇനി സെൻട്രിപിറ്റൽ ഫ്രിക്ഷൻ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, നടുവിലേക്ക് പോകുന്നില്ല അല്ലെ. അപ്പൊ Fs ഇസ് ഈക്വൽ ടു µs ഇൻറ്റു n. n എത്രയാണ്? mg. µs ഇൻറ്റു mg. ഇനി ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. Fc ഇസ് ഈക്വൽ ടു mv²/r. അതായത് സേഫ് ആയിട്ട് യു ടേൺ എടുക്കണമെങ്കിൽ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Fs ആവണം. അപ്പൊ mv²/r ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ms ഇൻറ്റു mg. അതായത് mm അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, ക്യാൻസൽ ആവും. ആറിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ v² is less than or equal to µs r into g എന്ന് വന്നു. അപ്പൊ v is less than or equal to µs root of µs rg എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എത്രയാണ് അതിന് പോസിബിൾ ആയിട്ടുള്ളത്? സേഫ് ആയിട്ട് ഒരു ടേൺ എടുക്കണമെങ്കിൽ റൂട്ട് ഓഫ് µs rg. അപ്പൊ ഒരു പ്രോബ്ലം ഒരു പക്ഷേ ചോദിച്ചേക്കാം. ലെവൽ റോഡില് ഒരു കാർ ഒരു ടേൺ എടുക്കുമ്പോൾ അതിന്റെ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് തന്നിട്ടുണ്ടാവും, ഫ്രിക്ഷൻ ഓഫ് ദ റോഡ് തന്നിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ മാക്സിമം സേഫ് സ്പീഡ് ഇൻ വിച്ച് ദ കാർ ക്യാൻ മേക്ക് എ ടേൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? Vmax is equal to root of µs rg. ഈ ഫോർമുല പഠിച്ചിരിക്കണം. 2 മാർക്കിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ലെവൽ റോഡ് എന്ന് അല്ലെ. അപ്പൊ ഇനി ഒരു കൺസെപ്റ്റ് ആണ് ബാങ്കിങ് ഓഫ് റോഡ്. ഇങ്ങനെ ചെരിവുള്ള സമയത്ത് റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവര് ലെവലായിട്ടല്ല വെക്കാറ്. അവര് ഒരു ഔട്ടർ എഡ്ജ്, പുറമേക്കുള്ള ആ കേവിന്റെ പുറമേക്കുള്ള എഡ്ജ് ഒന്നിങ്ങനെ പൊക്കി വെക്കും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. നിങ്ങൾ ഈ റേസ് കോഴ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, TV-യിൽ കണ്ടിട്ടുണ്ടാവും. റേസ്, കാർ റേസ് അല്ലെങ്കിൽ സൈക്കിൾ റേസ്. അപ്പൊ വലിയ ചെറിയ റേഡിയസ് ഉള്ള സർക്കിളിലൂടെ അവർക്ക് ഇങ്ങനെ നല്ല സ്പീഡിൽ പോകണം അല്ലെ. അപ്പൊ സ്പീഡിൽ പോകുമ്പോ സ്കിഡ് ചെയ്യാതിരിക്കാൻ, നടുവിലേക്ക് വീണ് പോവാതിരിക്കാൻ എന്താ ചെയ്തിരിക്കുന്നത്? റോഡിനെ ബാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നത്, അപ്പോഴല്ലേ അവര് വീഴുക. അപ്പോഴാണ് അവര് വീഴാതിരിക്കുക. ടു അവോയ്ഡ് സ്കിഡിങ്. സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുക. ചില കുട്ടികളൊക്കെ ഇങ്ങനെ റൗണ്ട് എടുക്കുമ്പോൾ, സൈക്കിളിലൊക്കെ റൗണ്ട് ലെവൽ റോഡിൽ പോകുമ്പോൾ അവരിങ്ങനെ ചെരിച്ചു പോകുന്ന കാണാം. അപ്പൊ അതെന്തിനാണ്? അങ്ങനെ ചെരിഞ്ഞു കഴിഞ്ഞാല് സ്കിഡിങ് അവോയ്ഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ടു റെഡ്യൂസ് ദ വിയർ ആൻഡ് ടിയർ ഓഫ് ടയേഴ്സ്. ടയർ കേടുവരാതിരിക്കാനും ഈ ബാങ്കിങ് സഹായിക്കും. അപ്പൊ വാട്ട് ഈസ് മെന്റ് ബൈ ബാങ്കിങ് ഓഫ് റോഡ്? ഇൻ ഓർഡർ ടു, order to എന്നല്ല. അത് ടീച്ചർ ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് ഇപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തേക്കാം. ഇൻ ഓർഡർ ടു. Okay, in order to avoid skidding while going around curved roads, the outer edge of the road is raised above the level of the inner edge. This is known as banking of curved roads. Now, the advantage endana? It avoids skidding of vehicles and it reduces wear and tear of tires. Ini എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ റോഡ് ഇങ്ങനെ ചെരിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോകാം, അധികം അപകടം സംഭവിക്കാതെ? അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം.
അപ്പൊ ഈ ഡെറിവേഷൻ വലിയ ഡെറിവേഷൻ ആണെന്ന് കണ്ട് പേടിക്കൊന്നും വേണ്ട. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. മോഷൻ ഓഫ് ദ കാർ അലോങ് circular track on a bank road. Along a circular track on a bank road എന്ന് മതി. അപ്പോ ഇതും നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ തെറ്റിക്കരുതല്ലോ. ഓക്കെ, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു റോഡ്. ഇതായിരിക്കും ലെവൽ റോഡ്. അതിന് പകരം ബാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അറ്റം പൊക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് അത് പൊക്കിയിരിക്കുന്ന ഒരു തീറ്റ ആംഗിളിലാണ്. ഈ കാർ ഇങ്ങനെയാ പോകുന്നത്. കണ്ടോ, ഇവിടെ നോർമൽ റിയാക്ഷൻ നേരെ മുകളിലേക്ക് അല്ല എത്തിക്കുന്നത്, ചെരിച്ചാണ്. കാരണം എന്താണ്? ഈ സർഫസിന് ലംബമായിട്ടാണ് ഉണ്ടാവുക. സർഫസിന് ലംബമായത് കൊണ്ട് തന്നെ ഈ നേരെയുള്ള അപ്വേർഡ് വെർട്ടിക്കലിന് തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ്. കണ്ടോ, ഹൊറിസോണ്ടലും റോഡും തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പൊ വെർട്ടിക്കലും റോഡിന് ലംബമായതും തമ്മിലുള്ളതും തീറ്റ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ ഫോഴ്സ് ആണുള്ളത്? ഡൗൺവേർഡ് ഫോഴ്സ് mg ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നോർമൽ റിയാക്ഷൻ ഫോഴ്സ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. അപ്പൊ അതിനെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കമ്പോണന്റ് ആക്കി തിരിക്കാം. വെർട്ടിക്കൽ കമ്പോണന്റ് n cos തീറ്റ ആയിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് n sin തീറ്റ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇത് താഴത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് F ഉണ്ട്. ഈ ഫ്രിക്ഷൻ ഫോഴ്സിനെയും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും തിരിക്കാം. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് ഇതാ വെർട്ടിക്കൽ കമ്പോണന്റ് F sin തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് F cos തീറ്റ. ഇനി ഇതിലേക്ക് നോക്കാം. ആർ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്, തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ്, μs എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റോഡ്. ഫ്രം ദ ഡയഗ്രാം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ആകെ മുകളിലേക്കുള്ള ഫോഴ്സസ് ഒക്കെ താഴേക്കുള്ള ഫോഴ്സിന് സമമായിരിക്കും. മുകളിലേക്കുള്ള എന്താണ്? n cos തീറ്റ. താഴേക്കുള്ളത് എന്തൊക്കെയാണ്? mg ഉണ്ട്, F sin തീറ്റയും ഉണ്ട്. അപ്പൊ n cos തീറ്റ is equal to mg plus F sin തീറ്റ. ഇനി F എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, കാരണം ഉള്ളിലേക്ക് പോകുന്നില്ലല്ലോ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്താണ്? μs into n. അപ്പൊ എഫിന് μs into n എന്ന് കൊടുത്തു. ഇനി പ്ലസ് μs into n നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ മൈനസ് μs into n എന്നായി. ഇനി ഈ രണ്ട് ടേമിലും n കോമൺ അല്ലേ, അത് പുറത്തേക്ക് എടുത്തപ്പോൾ n into cos തീറ്റ മൈനസ് μs sin തീറ്റ ഇസ് ഈക്വൽ ടു mg. അഥവാ n ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഡിവിഷൻ ആയി. അപ്പൊ n ഇസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ cos തീറ്റ മൈനസ് μs sin തീറ്റ. അതവിടെ വെക്കാം. ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ അത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. നടുവിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇവിടെ രണ്ട് കമ്പോണന്റ് കൂടി എടുത്തപ്പോ എന്തൊക്കെ ഉണ്ട് നടുവിലേക്ക്? F cos തീറ്റയും ഉണ്ട്, n sin തീറ്റയും ഉണ്ട്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv സ്ക്വയർ ബൈ r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n sin തീറ്റ പ്ലസ് F cos തീറ്റ. വീണ്ടും F എന്താണ്? μs into n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി n ഇതിന് രണ്ടിനും കോമൺ ആയതുകൊണ്ട് n നെ പുറത്തേക്ക് എടുത്ത് n sin തീറ്റ പ്ലസ് μs cos തീറ്റ എന്നെഴുതി. ഇനി n ന് നമുക്ക് ഇവിടെ ഇക്വേഷൻ 1 കണ്ടിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ mg ബൈ cos തീറ്റ മൈനസ് μs sin തീറ്റ എന്നായി. ഇനി m ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ v സ്ക്വയർ ബൈ r ഇസ് ഈക്വൽ ടു g ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് μs sin തീറ്റ എന്നാവും. ഇനി ഇവിടെ നമ്മൾക്ക് കിട്ടേണ്ടത് വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദ പോസിബിൾ വെലോസിറ്റി ആണ്. അപ്പോ നമ്മള് ഇവിടെ വീനെ ഒറ്റയ്ക്കാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആറിനെ ഇപ്പുറത്തേക്ക് എടുക്കും. 6 ഡിനോമിനേറ്ററിലാണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലാവും. അപ്പൊ RG ഇൻറ്റു ഈക്വേഷൻ കിട്ടി. അഥവാ V ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈക്വേഷൻ കിട്ടി. ഇനി ഡിവൈഡിങ് ബൈ കോസ് തീറ്റ, ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ഒന്നുമില്ല. കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് എഴുതി. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. V is equal to root of RG into tan theta plus mu s
divided by 1 minus mu s tan theta. Equation പഠിച്ചു വെക്കുക. അപ്പൊ ഇതാണ് the maximum possible velocity for a car on a circular track on a banked road. അപ്പൊ ബാങ്ക് ചെയ്യാത്ത റോഡിലുള്ളത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? v is equal to root of mu s into r g. അപ്പൊ root of mu s r g ആണ്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്. ഇനി ഇതിലെ ബാങ്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ 0 ആവും അല്ലെ? ഇത് ഇവിടെ തന്നെ ആവും. അപ്പൊ ഇവിടെ തീറ്റ 0 ആവുമ്പോ ആ ഇക്വേഷൻ കിട്ടുമോ നോക്കാം. ടാൻ 0 എത്രയാണ്? 0. അപ്പോ ആർ ജി ഇൻറ്റു മ്യൂ എസ് എന്ന് ഇവിടെ വരും. താഴെ ടാൻ തീറ്റ 0 ആവുമ്പോ ഈ ക്വാണ്ടിറ്റി 0 ആവും. അപ്പൊ ഡിനോമിനേറ്റർ 1 മൈനസ് 0 1 ആവും. അപ്പൊ ആർ ജി മ്യൂ എസ് ബൈ 1 എന്താണ്? റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി. പഴയതുപോലെ ആയില്ലേ? അപ്പൊ പഴയ ഇക്വേഷൻ ആയില്ലേ? തീറ്റ 0 എന്ന് കൊടുത്താൽ നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഇനി ഒപ്റ്റിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പൊ നമ്മളിപ്പോ കണ്ടു the maximum possible speed on a curved banked road is given by mu s is equal to root of rg mu s plus tan theta by 1 minus mu s tan theta. ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നല്ല മഴ പെയ്യാണ്, റോഡിലൂടെ വെള്ളം ഒഴുകുകയാണ്, റോഡൊക്കെ വഴുക്കി കിടക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ റോഡ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഫ്രിക്ഷൻ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ കരുതാം. ആ സമയത്ത് എത്ര സ്പീഡിൽ മാക്സിമം വണ്ടിക്ക് പോവാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മ്യൂ എസ് ഇസ് ഈക്വൽ ടു 0 ഫ്രിക്ഷൻ ആവുമ്പോഴുള്ള വെലോസിറ്റി. അത് കാണാം, ഇവിടെ മ്യൂ എസിന് 0 എന്ന് ഇട്ട് കൊടുത്താൽ. അപ്പൊ ഇവിടെ എന്താവും? ആർ ജി ഇൻറ്റു ടാൻ തീറ്റ എന്ന് വരും. ഇവിടെ മ്യൂ എസ് 0 ആവുമ്പോ 1 മൈനസ് 0 1. അപ്പൊ ഇത് ഡിവൈഡഡ് ബൈ 1 അത് തന്നെ. അപ്പൊ ആർ ജി ടാൻ തീറ്റ. അപ്പൊ v0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അപ്പൊ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കുമ്പോ, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒട്ടും ഇല്ലെങ്കിൽ സേഫ് ആയിട്ട് വണ്ടിക്ക് പോകണമെങ്കിൽ സ്പീഡ് കുറച്ച് ഈ സ്പീഡിലാണ് പോണ്ടേ. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരമൊക്കെ പോകുമ്പോ പിന്നെന്താ, നല്ല മഴയൊക്കെ ആണെങ്കിൽ വണ്ടി വളരെ സ്ലോ ആയിട്ടാ പോവാട്ടോ. കാരണം ഈ സ്പീഡിന്റെ കൂടുതൽ സ്പീഡിൽ പോയാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കാം, സ്കിഡ് ചെയ്യാം. മാത്രമല്ല ആ വണ്ടിയുടെ ടയർ കേടുവരാനും പറ്റും. ഇപ്പൊ ടയർ ഒരഞ്ഞൊക്കെ പോയാൽ പങ്ക്ചറൊക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലെ? അതുകൊണ്ടാണ് വണ്ടി കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പൊ ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇതിനെ നമ്മൾ ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയാം. ഡ്രൈവിംഗ് അറ്റ് ദിസ് സ്പീഡ് ഓൺ എ ബാങ്ക് റോഡ് വിൽ കോസ് ലിറ്റിൽ വിയർ ആൻഡ് ടിയർ ഓഫ് ടയേഴ്സ്. ഇതൊന്നുമില്ല, വഴുക്ക് ഒന്നുമില്ല, സാധാരണ റോഡാണ്, ബാങ്ക്ഡ് റോഡാണ്. ചുരമൊക്കെ കയറുകയാണെങ്കിലും ഈ ഒരു സ്പീഡോ അതിൽ കുറവ് സ്പീഡിലോ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഒപ്റ്റിമം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറൊക്കെ കേടുവരാതെ ഇരിക്കും, പങ്ക്ചർ ആവാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മൾ ആ ഫോക്കസ് ഏരിയ കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. A circular track of radius 400 meters is kept with outer edge raised to make 5 degrees with the horizontal. Calculate the permissible speed of the car if the coefficient of friction is 0.2. അപ്പോ ട്രാക്കിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്, 5 ഡിഗ്രീസ് എന്ന്. നമുക്ക് എന്താണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് സ്വയം ചെക്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇതാ തിരിച്ചു വാ. മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ എഴുതുക. v is equal to root of rg tan theta plus mu s divided by 1 minus mu s tan theta, or v is equal to root of 400 into 9.8. g ക്ക് വാല്യൂ കൊടുക്കുക, into tan theta എത്രയാണ്? tan 5 plus mu s എത്രയാണ്? 0.2 തന്നിട്ടുണ്ട് അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ divided by 1 minus കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 തന്നിട്ടുണ്ട്, tan 5 അതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ആൻസർ കിട്ടും. അപ്പൊ ഇതാണോ നിങ്ങൾ ചെയ്ത പ്രോബ്ലം, കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എഴുതാനുള്ളതാണ്. ഇതൊരു 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. The given graph ABCD shows variation of force with time for a body placed on a smooth horizontal surface. അതായത് ഈ ഗ്രാഫ് കാണിക്കുന്നത് ഫോഴ്സ് എങ്ങനെ സമയത്തിനനുസരിച്ച് മാറുന്നു എന്നതാണ്. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ. Using the given graph, state whether the following statement are true or false. True ആണോ false ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. The force acting on a body along AB is constant. AB ഇതാണ് അല്ലെ. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. കോൺസ്റ്റന്റ് ആണോ? ഫോഴ്സ് മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കോൺസ്റ്റന്റ് ആണ്. ഇത് ട്രൂ ആയിരിക്കും. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി അലോങ് CD is 0. അപ്പൊ CD എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് ഫോഴ്സ് അല്ലെ. ഫോഴ്സ് 0-ലല്ലേ CD കിടക്കുന്നത്. അപ്പൊ ഇതും ട്രൂ. രണ്ടും ട്രൂ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഫൈൻഡ് ദ റീജിയൻ ഓൺ ദ ഗ്രാഫ് അറ്റ് വിച്ച് ദ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് മൊമെന്റം. മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്നത് എവിടെയാ? ഇവിടെ ഫോഴ്സ് ഉണ്ട് AB-യില്. അവിടെ മൊമെന്റം കോൺസ്റ്റന്റ് ആണോ? എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dP/dt. അവിടെ ഫോഴ്സ് AB 0 അല്ല അല്ലെ. ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ dP/dt നോട്ട് ഈക്വൽ ടു 0. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 0 അല്ല. അതിന്റെ അർത്ഥം ചേഞ്ച് ഓഫ് മൊമെന്റം 0 അല്ല. അപ്പൊ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നുണ്ട്. മൊമെന്റം ഇവിടെ കോൺസ്റ്റന്റ് അല്ല. AB-യിൽ കോൺസ്റ്റന്റ് അല്ല. ഇനി CD-യിലോ ഫോഴ്സ് 0 ആണ്. അപ്പൊ dP/dt 0 ആണ്. ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 0 ആണ്. മൊമെന്റം ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഏത് റീജിയനിലാണ്? CD എന്നുള്ള റീജിയനിലാണ് മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഇനി അപ്പോ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ രണ്ടും ട്രൂ ആണ്. CD, ഫോഴ്സ് is equal to 0, momentum remains constant. ഫോഴ്സ് 0 ആവുമ്പോഴാണ് കേട്ടോ. ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുമ്പോൾ അല്ല മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്നത്. അത് ശ്രദ്ധിക്കണം. പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്തുന്നതാണ് ഇവിടെ. You draw a momentum time graph for the given graph. അപ്പൊ മൊമെന്റം AB-യിൽ 0 അല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മൊമെന്റം കോൺസ്റ്റന്റും അല്ല. അപ്പൊ മൊമെന്റം ഇതാ ഫോഴ്സ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ യൂണിഫോം ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഉണ്ടാവുന്നത്. അപ്പൊ മൊമെന്റം ഇതാ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന CB വരെ എത്തി. അത് കഴിഞ്ഞ് ഫോഴ്സ് 0 ആയി. അപ്പൊ എന്താണ്? മൊമെന്റം കോൺസ്റ്റന്റ് ആയി CD-യിൽ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് മൊമെന്റത്തിന്റെ ഗ്രാഫ് ഇതേ വസ്തുവിന് നമ്മൾ വരച്ചാൽ. ഇവിടെ Y ആക്സിസിൽ മൊമെന്റം, X ആക്സിസിൽ ടൈം. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇത് 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് എഴുതാനുള്ളൂ. പക്ഷെ നല്ല കൺസെപ്റ്റ് വേണം, എങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം. A shell at rest explodes to 3 equal masses. 2 fragments fly off at right angles to each other with a speed of 9 meters per second and 12 meters per second. Calculate the speed of the third fragment. അപ്പോ ഒരു ഷെൽ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചോ. ഒരു ഷെല്ല് അവിടെ തന്നെ നിൽക്കുന്ന അല്ല, ഒരു ഷെല്ല് പോകുന്നുണ്ട്. അതിന്റെ സ്പീഡാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. പിന്നെ ബാക്കി 2 എണ്ണം റൈറ്റ് ആംഗിളിൽ ഇങ്ങനെ പോകും. അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒന്ന് 9 മീറ്റർ പെർ സെക്കൻഡില്, മറ്റേ 12 മീറ്റേഴ്സ് പെർ സെക്കൻഡില്. അപ്പൊ ഈ തേർഡ് പീസ് ഇങ്ങോട്ടായിരിക്കും പോവുണ്ടാവുക. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യല്ലേ. പോസ് ചെയ്തോ, കാൽക്കുലേറ്റ് ചെയ്യുക, തിരിച്ചു പോവാം. ആൻസർ കറക്റ്റ് ആണോ? എന്നാ ഒരു ടിക്ക് ഇട്ടിട്ട് അടുത്ത പ്രോബ്ലത്തേക്ക് നോക്കോ. അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്തത് നോക്കാം. ബിഫോർ എക്സ്പ്ലോഷൻ PI ഇനീഷ്യൽ സ്പീഡ് ഇസ് ഈക്വൽ മൊമെന്റം 0 ആണ്. അത് വെറുതെ ഇരിക്കല്ലേ. ആഫ്റ്റർ എക്സ്പ്ലോഷൻ അതുകൊണ്ട് സ്പീഡ് മൊമെന്റം 0 തന്നെ ആയിരിക്കണം. കാരണം എന്താണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ will be equal to momentum after explosion. അപ്പോൾ ഫൈനൽ മൊമെന്റം ആഫ്റ്റർ എക്സ്പ്ലോഷനും 0 ആയിരിക്കും. അപ്പൊ ആഫ്റ്റർ എക്സ്പ്ലോഷൻ 3 ഫ്രാഗ്മെന്റ് ഉണ്ട്. അതിന്റെ മൊമെന്റം P1, P2, P3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ടോട്ടൽ 0 ആയിരിക്കണം. 2 ഫ്രാഗ്മെന്റുകൾ പറന്നു പോകുന്നു അല്ലെ. അപ്പൊ 2 എണ്ണത്തിന് P2-നെയും P1-നെയും നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -P1 + P2 എന്നാവും. ഇനി ഇവയുടെ
മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ മൊമെന്റം P3 എന്ന് പറയുന്നത് എന്താണ്? mv3 ഈക്വൽ ടു റൂട്ട് ഓഫ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് mv1 സ്ക്വയർ പ്ലസ് mv2 സ്ക്വയർ. ശരിക്ക് രണ്ട് വെക്ടേഴ്സിന്റെ തമ്മിൽ റിസൾട്ടന്റ് കാണണമെങ്കിൽ എങ്ങനെയായിരുന്നു? P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ പ്ലസ് 2P1 P2 കോസ് തീറ്റ എന്ന് പറയണം അല്ലെ. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ cos 90 ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ലാസ്റ്റ് ടേം 2P1 P2 cos 90 എന്ന് പറയുന്നത് 0 ആയത്. ഇത് വെറും P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ ആയത്. ഇനി m1 v1 സ്ക്വയർ പ്ലസ് mv2 സ്ക്വയർ ഈക്വൽ മാസസ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാത്തിനെയും m എടുക്കാം. പിന്നെ m എല്ലാവിടെയും കോമൺ ആണ്. m സ്ക്വയർ ഇവിടെ m സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ വെറും m. അപ്പൊ m കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വെലോസിറ്റി ആണുള്ളത് v3 is equal to root of v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. v1 ഉം v2 ഉം തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക, വീഡിയോ പോസ് ചെയ്യുക, സ്വയം ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ക്വസ്റ്റ്യൻ നോക്കാം. A machine gun fires bullets of mass 40 gram each with speed of 1200 meters per second. The person can hold the gun with a maximum force of 144 Newton. What is the maximum number of bullets that can be fired per second from the gun? അപ്പോൾ ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, mv മൊമെന്റം കാണാം അല്ലെ. The person can hold the gun, ഫോഴ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് എത്ര ബുള്ളറ്റ് ഈ ഫോഴ്സ് കൊണ്ട് കൊടുക്കാം, ഫയർ ചെയ്യാം പെർ സെക്കൻഡ്. അപ്പൊ ടൈം 1 എന്ന് എടുക്കാം. അതെങ്ങനെ ചെയ്താൽ നോക്കാം. അപ്പോ by Newton's second law of motion we know force is equal to dp by dt. ഇനി n bullets ഉണ്ടെങ്കിൽ n number of bullets ആണ് ഫയർ ചെയ്യുന്നത്. നമുക്ക് മാക്സിമം എത്ര ബുള്ളറ്റ് ഈ ഫോഴ്സ് കൊണ്ട് ഫയർ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലെ. n into dv by n into mv by dt എന്നാണ് പറയുന്നത്. അപ്പോൾ where n is the number of bullets per second. അപ്പൊ ടൈം ഇന്റർവെൽ 1 എന്നെടുത്തു. n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ്. മാക്സിമം ഫോഴ്സ് എന്ന് പറയുന്നത് 144. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാസ് ഗ്രാമിലാണ്, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഗ്രാമിനെ കിലോഗ്രാം ആക്കണം. എങ്ങനെ കിലോഗ്രാം ആക്കുക? ഇൻറ്റു 10⁻³ ചെയ്യണം. പിന്നെ മീറ്റർ പെർ സെക്കൻഡിലാണ് വെലോസിറ്റി സ്പീഡ് ഉള്ളത്, അതെടുത്തു. വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി n is equal to എന്ന് പറയുമ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഡിനോമിനേറ്ററിൽ പോവും. അപ്പൊ 144 divided by 48, that is equal to 3 bullets. That's all. And thank you for your attention. All the best for your exam.